അത്യന്തം നീചമാണ് ഈ രാഷ്ട്രീയ നീക്കം. ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. CPIM-നെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ സംഘപരിവാർ ശക്തികളും അവരുടെ ഒപ്പം നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഒരുമിച്ച് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നീക്കം എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയുടെ പിറ്റേ ദിവസമാണ് ഇത് നടക്കുന്നത്. അത് വളരെ യാദൃശ്ചികമാണ് എന്ന് വിചാരിക്കാൻ അത്ര നിഷ്കളങ്കരല്ല കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ CPM-നും അതിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് പിണറായിക്കുമെതിരായിട്ടുള്ള ഈ നീക്കത്തെ കേരളത്തിലെ ജനങ്ങൾ എല്ലാ വിധത്തിലും ചേർത്ത് തോൽപ്പിക്കും. CPIM-നെ തകർക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ ജനലക്ഷങ്ങൾ അണിനിരന്ന് അതിന് നേരിടും എന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. പിണറായി വിജയൻ CPIM-ന്റെ നേതാവായതുകൊണ്ടാണ് ഈ വേട്ടയാടൽ. 51 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു ജൂൺ മാസത്തിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഖാവ് പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി. മുഖം കാണിക്കാൻ ധൈര്യമില്ലാത്ത പോലീസുകാർ മുഖം മറച്ച് ലോക്കപ്പിലിട്ട് ദിവസങ്ങളോളം മർദ്ദിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ച് CPIM-ന്റെ നേതാവായി കേരളത്തിലെ ജനങ്ങളുടെ നേതാവായി മാറിയ പിണറായിയെയും CPIM-നെയും തകർക്കാനാണ് ലക്ഷ്യമെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും, അതിന് നേരിടും. CPIM-നെ തകർക്കാൻ ഒരു ശക്തിയെയും കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. CPIM എടുക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഇപ്പോൾ സംഘപരിവാർ ശക്തികളെ വെട്ടിലാക്കുന്നു, അവരെ അതിൽ അസൂയാലുക്കളാക്കുന്നു, അവരെ അസ്വസ്ഥരാക്കുന്നു എന്നതാണ് ഇതിന്റെ കാരണം. ഇത് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ നേരിടും, നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. CPIM-നെ തകർക്കാൻ കേരളത്തിൽ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി ഇതിനെ നേരിടും. ഇത് വലിയ രാഷ്ട്രീയമായ നീചവും ഗൂഢാലോചനയുടെ ഭാഗവുമായിട്ടുള്ള നീക്കമാണ്. ഈ നീക്കത്തെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി ഈ വിധത്തിലുള്ള നീക്കങ്ങളുമായി മുമ്പിലേക്ക് വന്നാൽ ജനങ്ങളെ അണിനിരത്തി നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി നേരിട്ടതാണ് അടിയന്തരാവസ്ഥയെ. അടിയന്തരാവസ്ഥ അതിജീവിച്ച പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് ഇതിനെയൊക്കെ ഞങ്ങൾ നിഷ്പ്രയാസം നേരിടും. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിധത്തിലുള്ള ഭയവുമില്ല എന്ന് ഈ ശക്തികൾ മനസ്സിലാക്കണം. CPIM-നെ ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ പുല്ലാണ് ഞങ്ങൾക്ക് ഈ നീക്കങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിലും വലിയ അടിച്ചമർത്തൽ നേരിട്ട് വളർന്നു വന്നതാണ് CPIM. CPIM-ന്റെ നേതാക്കളെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് നേതാക്കളെ തകർത്താലേ CPIM-നെ തകർക്കാൻ പറ്റൂ എന്നാണ്. അത് നടക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എന്നുള്ളത് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായി നിയമപരമായി ഇതിനെ നേരിടും. നിങ്ങളും ഈ ഗൂഢനീക്കത്തിനെതിരെ രംഗത്ത് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളോടാകെ ഞങ്ങൾ ഈ അഭ്യർത്ഥന നടത്തുകയാണ്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തെ തൊട്ട് പിന്നാലെയാണ് നീക്കം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ പലതവണ വന്നപ്പോഴും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യാത്തതെന്ന് നിരവധി തവണ ചോദിച്ച് നിങ്ങളോടാണ്, നിങ്ങളുടെ മുമ്പിലാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ BJP നൽകുകയാണ്. BJP-യുടെ ഒരു എക്സ്റ്റൻഡഡ് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റായി ED മാറിയിരിക്കുകയാണ്. എന്തധികാരം ഉപയോഗിച്ചാണ് ED ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്? എന്ത് അധികാരമാണ് നിയമപരമായിട്ട് EDക്കുള്ളത്? ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങൾ നിയമപരമായി രാഷ്ട്രീയമായി ജനങ്ങളെ അണിനിരത്തി ഇതിനെ നേരിടാൻ പോവുകയാണ്.